എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നേ. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്നേ പറഞ്ഞു. നമ്മുടെ കർത്താവ് മരുവമലയിൽ രൂപാന്തരപ്പെടുമ്പോൾ, തൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുമ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുകയും അവനോട് സംഭാഷിക്കുന്നതായി ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ഇവിടെ നാം ഒരു കാര്യം പഠിക്കുന്നത്, 600,000 ഒരു വലിയ ജനവുമായി മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെട്ടു. അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവത്താൽ ഉപയോഗിച്ച ഒരു വലിയ നേതാവായിരുന്നു മോശ. ജന്നത്തിൽ തന്നെ മോശയെ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിച്ചെങ്കിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവനായതുകൊണ്ടും ദൈവത്തിന്റെ പദ്ധതി അവനെക്കുറിച്ചുള്ളതുകൊണ്ടും അവനെ തകർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ തക്ക സമയമായപ്പോൾ മോശയെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന ശേഷം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുപോകുന്നു. എന്നാൽ മോശയ്ക്ക് ഒരു വലിയ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ട്. ഈ ജനത്തെ കനാനിൽ എത്തിക്കുക. അതിനുവേണ്ടിയാണല്ലോ അവരെ വിളിച്ചിറക്കുന്നത്. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം, ഒരു മനോഹര ദേശം വാഗ്ദത്തം കൊടുത്താണ് അവരെ വിളിച്ചിറക്കുന്നത്. എന്നാൽ മോശയ്ക്കും ആഗ്രഹം ആ ദേശത്തെത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ മോശയുടെ ആഗ്രഹം തന്റെ ജീവകാലത്ത് നടന്നില്ല. നാം മനസ്സിലാക്കുന്നത്, നമ്മുടെ ഭക്തന്മാരുടെ പ്രാർത്ഥന അവർ മരിച്ചാലും അതിന്റെ മറുപടി കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന മരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ മരിക്കും, പ്രാർത്ഥന മരിക്കുന്നില്ല, അതിന്റെ ഉത്തരവും ലഭിക്കാതിരിക്കുന്നില്ല. എന്നാൽ മോശയുടെ ജീവകാലത്ത് കനാൻ ദേശം കാണുവാനോ അവിടെ പ്രവേശിക്കുവാനോ മോശയ്ക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മോശ തന്നെ പറയുന്നു, നിങ്ങൾ നിമിത്തം ദൈവം എന്നോട് കോപിച്ചുവെന്ന് മോശയും പറയുന്നുണ്ട്. എന്നാൽ മോശയുടെ മരണാനന്തരം നമ്മുടെ കർത്താവ് വർഷങ്ങൾ കുറെ കഴിഞ്ഞു, ദീർഘവർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നു, കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. മറുവമലയിൽ യേശു നിൽക്കുന്നു. തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പോകുമ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടും. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ, ഇസ്രായേലിലെ അറിയപ്പെട്ട പ്രവാചകനായിരുന്ന ഏലിയാവ്, ഇവർ രണ്ടുപേരും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ മോശ മരിക്കുന്നതിന് മുൻപ് തന്റെ ആഗ്രഹം നിവർത്തിക്കപ്പെട്ടില്ല എങ്കിലും താൻ മരിച്ച ശേഷം തനിക്ക് കനാനിൽ കാലുകുത്തുവാൻ, മറുവമലയിൽ യേശുവോട് ഒരുമിച്ച് നിൽക്കുവാൻ തനിക്ക് ഇടവദൈവം വരുത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചയാൾ മരിച്ചാലും പ്രാർത്ഥനയുടെ മറുപടി മരിക്കുന്നില്ല. ആകയാൽ നാം ഓർക്കണം, നാം മരിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ആകയാൽ അധൈര്യപ്പെട്ടു പോകാതെ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ മുന്നേറുവാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ,
ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.